കുറച്ച് മാസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ ഡ്രേക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വെളിപ്പെടുത്തലുമായിട്ട് വരുമെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ചിലതൊക്കെ ഉണ്ടെങ്കിൽ പാളി പോകുന്നതായിരിക്കും. പിന്നെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് വേറെ എന്തെങ്കിലും വെളിപ്പെടുത്തലെന്ന് പറഞ്ഞ് പിന്നെയും വന്നുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു വെളിപ്പെടുത്തലുമായിട്ട് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കാസ്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. അതിൻ്റെ ഓണറായ അബ്ദുൾ റഹീമിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അബ്ദുൾ റഹീമിനെ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ സമീപിക്കുകയും പെൺകുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് കണക്ക് ആക്ടർ പെപ്പയിൽ നിന്ന് കുറച്ച് മോശമുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഇത് കണക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പെപ്പയെ ഭീഷണിപ്പെടുത്തിയെന്നും അതുപോലെ തന്നെ പെപ്പയുടെ നിന്ന് കുറച്ച് പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിവരമൊന്നും ആ പെൺകുട്ടി അറിയിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പെപ്പയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് പെൺകുട്ടിയെ കൊണ്ടുണ്ട് കേസ് താഴെയാക്കാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു പൈസ വാങ്ങിച്ചതെന്നാണ് ഡ്രേക്ക് പറയുന്നത്. എന്തായിരുന്നാലും ശരി, ആ പെൺകുട്ടിയുടെ അടുത്തൊന്നും ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതല്ലാതെ തന്നെ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി ഉണ്ടെങ്കിൽ തന്നെ കേസ് കൊടുപ്പിക്കാതിരിക്കാൻ വേറെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കൂട്ടത്തിലുണ്ടെങ്കിൽ അനാൻ ഷായുടെ പേരൊക്കെ എടുത്ത് ഡ്രേക്ക് വലിച്ചെടുത്ത് ഇടുന്നതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായിരുന്നാലും ശരി, ഇതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കാസ്കറ്റ് എന്ന് പറഞ്ഞാൽ അബ്ദുൾ റഹീം രംഗത്ത് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, എനിക്ക് എതിരെ ഇല്ലാത്ത ഇത് കണക്കത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. ഇതൊക്കെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സ്ഥാനത്തുണ്ടെങ്കിൽ ഡ്രേക്കിനെതിരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് നീ ഉണ്ടെങ്കിൽ ചുമ്മാ അനാൻഷയുടെ പേരൊക്കെ ഇതിനകത്ത് വലിച്ചിടുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനും അനാൻഷയും തമ്മിലൊന്നും ഒരു ബന്ധവും ഇല്ല, ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളൊന്നും വലിച്ചിടണ്ടെന്നുള്ള രീതിയിലായിരുന്നു അബ്ദുൾ റഹീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രേക്കിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളിൽ വന്നിട്ട് ഇതേ കണക്ക് ഓരോരോ കാര്യങ്ങൾ വെളിപ്പെടുത്തും, പിന്നെ ഏതെങ്കിലും പണിയാവും, പിന്നെ അത് കളഞ്ഞിട്ട് പോയിട്ട് പിന്നെയും ഇതേ കണക്കത്തുള്ള കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് സത്യമാണോ അല്ലയോ എന്ന് ഇതുവരെ അറിയത്തില്ല. ഇതേ കണക്ക് എവൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ പെപ്പയുടെ പേരും ഒക്കെ വലിച്ചിടുന്നുണ്ട്. പെപ്പ ഇതുവരെ റെസ്പോണ്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നേരത്തെ ഉണ്ടെങ്കിൽ ഇത് കണക്കത്തുള്ളൊരു കേസ് പോലെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതും ഭയങ്കരമായിട്ട് വലിയ കാര്യമായിട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എന്തായിരുന്നാലും ഇപ്പോൾ ഉണ്ടെങ്കിൽ അബ്ദുൾ റഹീം രംഗത്ത് വന്ന് താനുണ്ടെങ്കിൽ വെല്ലുവിളിച്ചിരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതറ്റം വരെയും താൻ പോകും, തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കാൻ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്.